ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് സ്റ്റേഷനിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന സബ് ഇൻസ്പെക്ടർ ഗിരീഷ് പോത്തനെ അഭിനയിച്ചിരുന്നു. കൂടെ റോഷൻ മാറ്റി താഴെ റോഷൻ ഇതിനകത്ത് താടിയില്ല, പുള്ളി മുന്തി അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു താടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മേളിലാണ് ശബരിമലയ്ക്ക് പോകുന്ന എക്സൈസ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ക്യാരക്ടറായിട്ട് മുന്തി അടിച്ചിട്ടുണ്ട്. ഗിരീഷ് പോത്തൻ്റെ പെർഫോമൻസ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഗംഭീരമാണ്. അതായത് അത്രയും ഇൻറ്റൻസിറ്റി ഉള്ള ഒരു കഥാപാത്രം. ഞാൻ പറയാം ഒരു ക്ലേഷ്യയുടെ കഥാപാത്രം. ഇടയ്ക്ക് വിചാരിക്കും ഇയാൾ ഭയങ്കര ദുഷ്ടനും ഭയങ്കര സാഡിസ്റ്റും ഭയങ്കര ഹിപ്പോക്രൈറ്റും ഒക്കെയാണ് വിചാരിക്കും. അതേസമയം തന്നെ ഇയാൾ വളരെ നന്മയുടെ മനുഷ്യനാണ്, വലിയ മനുഷ്യത്വമാണ്, കുടുംബസ്നേഹമാണ്, സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻറ്റുകളാണ്, ശരിയായിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് തോന്നുകയും ചെയ്യും. ഇത് രണ്ടും ഈ ഒരു കോൺഫ്ലിക്റ്റ് ക്യാരക്ടറിൻ്റെ ലേയേഴ്സൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ഗിരീഷ് പോത്തൻ അതായത് ആ കഥാപാത്രം അദ്ദേഹമാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അത്രയ്ക്കും അതിഗംഭീരമായ ഗിരീഷ് പോത്തൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പോലീസുകാരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റേഷനിൽ പിടിച്ചിട്ട് സ്റ്റേഷനിൽ വെറുതെ ഇരുന്നാൽ മതി, ഒരു ഓവർനൈറ്റ് ഇരുന്നാൽ മതി. അപ്പോൾ അവിടെ വയർലെസ്സിൽ വരുന്ന മെസ്സേജസ് നോക്കിയാൽ വോയിസിൽ വരും. അതായത് ഈ കൺട്രോൾ റൂമിൽ വരുന്ന